യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞേക്കാം എന്ന് നിങ്ങൾക്കറിയാമോ? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ ചില കേസുകളിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുത്താൽ പോലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകണമെന്നില്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ ചെക്ക് ചെയ്യുന്നത് വൈറ്റമിൻ ഡിയുടെ നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റോറേജ് ഫോമിൻ്റെ അളവാണ്. ഇത് രോഗപ്രതിരോധ ശേഷിക്കും എല്ലുകളുടെ ആരോഗ്യത്തിനും ഗുണകരമായി മാറണമെങ്കിൽ ഇത് കിഡ്നിയിൽ വെച്ച് ഒരു ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. എന്നാൽ യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ കിഡ്നിയിൽ വെച്ച് നടക്കുന്ന ഈ സുപ്രധാനമായ പ്രവർത്തനം തടസ്സപ്പെടുകയും ശരീരത്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ശരീരത്തിന് ലഭിക്കണമെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വൈറ്റമിൻ ഡി ശരീരത്ത് കുറഞ്ഞു പോയാൽ എന്തൊക്കെ സംഭവിക്കാം? അത് വെറും ശരീരവേദനയോ ക്ഷീണമോ ആയി മാത്രം ഒതുങ്ങി നിൽക്കില്ല. എല്ലുകളുടെ ആരോഗ്യം കുറയ്ക്കുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥ, ടൈപ്പ് 2 പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ എന്നിവ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് യൂറിക് ആസിഡും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഒരിക്കലും അവഗണിക്കരുത്. നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ നിയന്ത്രിക്കാനും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം കണ്ടെത്താനും സഹായിക്കുന്ന മികച്ച ആയുർവേദ ചികിത്സകൾ ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ മികച്ച ചികിത്സയ്ക്കും ജീവിതശൈലി മാറ്റങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾക്കുമായി ഇന്ന് തന്നെ ഹെർബലി ടച്ചിൻ്റെ കൊയിലാണ്ടിയിലോ പയ്യന്നൂരോ ചെങ്ങന്നൂരോ ഉള്ള ആയുർവേദ ഹോസ്പിറ്റൽ സന്ദർശിക്കൂ.